ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് അനന്തു പി എം ആണ്. ആളെൻ്റെ ഒരു ഫ്രണ്ട് കൂടാണ്. നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. ഇനി ബാക്കി അനന്തുവിനോട് നമുക്ക് ചോദിച്ചറിയാം. ഹായ് അനന്തു. ഹായ് ഹായ് ഹായ്. ഹായ്. അപ്പോൾ അനന്തുവിനെ കുറിച്ചിട്ട് പറയൂ. ഞാൻ നാട് കണ്ണൂരാണ്. പിന്നെ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ സെയിൽസ്മാനാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാഷനും നമ്മുടെ അത്രയും വലിയ ആഗ്രഹവും ജീവിതത്തിൽ ഒരു ലക്ഷ്യമെന്നുണ്ടെങ്കിൽ വലിയൊരു സിനിമേൻ്റെ വീഡിയോഗ്രാഫർ ആണെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇവിടെ UAE വന്നു. ഞാൻ ഇവിടെ സെയിൽസ്മാനായിട്ട് ജോലി ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് വീഡിയോഗ്രാഫർ ഇല്ലെ ഫോട്ടോഗ്രാഫർ. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ ലക്ഷ്യം ഉണ്ടാവും. അതുപോലെ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വലിയ ആളുടെ കീഴിൽ നമ്മൾ ജോലി എടുക്കണം അങ്ങനെയൊന്നുമല്ല. പക്ഷേ അറിയപ്പെടുന്നൊരു ഫോട്ടോഗ്രാഫർ ആകണം ഇല്ലെ വീഡിയോഗ്രാഫർ ആകണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. അതിനിടയ്ക്കാണ് അനീഷിനെ പരിചയപ്പെടുന്നതും അനീഷായിട്ട് നല്ലൊരു കൂട്ടുകെട്ട് നമ്മൾ ഇതാക്കുകയും ചെയ്തത്. ആക്ച്വലി ഈ അനന്തു എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു സംസാരപ്രിയനാണ്. സംസാരപ്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല. ഇനി ഈ പോഡ്കാസ്റ്റ് എത്ര നേരം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അത്ര സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ മീൻസ് കുറച്ചേ സംസാരിക്കുള്ളൂ. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, അതും അറിയുന്ന ഒരു സർക്കിളിൽ മാത്രം ഞാൻ സംസാരിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അനന്തു നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് ഇനി കണ്ടറിയാൻ ബാക്കി. ഞാൻ നിർത്താൻ പറയേണ്ടി വരും, അതാ പ്രശ്നം. കാരണം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നാട്ടിലും സെയിൽസിലായിരുന്നു, ഇവിടെ സെയിൽസിലാണ്. അപ്പോൾ നമ്മുടെ സെയിൽസിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷനാണ്. ആൾക്കാർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം, പുതിയ ആൾക്കാരെ കാണണം. എനിക്ക് ഈ പുതിയത് പഴയതൊന്നുമില്ല. നമ്മളെല്ലാവരും സംസാരിക്കും. അവർ നമ്മളോട് നിർത്ത് എന്ന് പറയുമ്പോഴേ നമ്മൾ നിർത്തുള്ളൂ. അതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം സംസാരമാണ് മെയിൻ. ചിരിക്കുക, സംസാരിക്കുക, അതൊക്കെയാണ് മെയിൻ. അപ്പോൾ ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഞാനിപ്പം ചില ആൾക്കാർ നമ്മളെ വെറുക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ സംസാരം അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം അനീഷിനെ തന്നെ അറിയാം, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഞാൻ ഒന്നാമത് വണ്ടി കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഭയങ്കര ഏത് വണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അന്ന് നമ്മളിവിടെ എത്തിയത് അറിഞ്ഞില്ല. സത്യം. കാരണം നീ നോൺ സ്റ്റോപ്പ് സംസാരം, അത് കേട്ടിരിക്കാനും മൂളാനും ഞാനും. അതുകൊണ്ട് നീ ഇങ്ങനെ സംസാരിച്ചു പോയി ഇവിടെ എത്തി. സത്യമാണ്, അറിഞ്ഞില്ല. സത്യമാണ്. കാരണം 2 മണിക്കൂറോളം 2 മണിക്കൂറായിരുന്നു നമ്മൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ടാ. കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു ഫാമിലി തന്നെ അപകടത്തിൽപ്പെട്ടത് നിനക്കറിയാം. എന്തോ ആൾക്കാർ പറയുന്ന ഉറങ്ങിയെന്ന് എന്നാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരാളിങ്ങനെ ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്കത് ഇങ്ങനെ സ്മൂത്തായി പോകും. നമ്മളിപ്പം അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ആ ബസ്സിൻ്റെ കേസ് പറഞ്ഞു, അതിന് മുമ്പുണ്ടായിരുന്ന കേസുകൾ നമ്മൾ പറഞ്ഞു. പല കേസുകളും നമ്മൾ അതിനകത്ത് വന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ കേസുകൾ വന്നു, എൻ്റെ ഫാമിലിൻ്റെ കേസുകൾ ഞാൻ നിന്നോട് പറഞ്ഞു, എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിപ്പം നമ്മളിവിടെ പ്രവാസിയായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാളോട് സംസാരിക്കണം, ഓപ്പണായിട്ട് സംസാരിക്കണം. ഞാനൊന്നും സംസാരിക്കാത്ത ആളാണ്. എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന വിഷമങ്ങളോ ഞാൻ ആരോടും ഷെയർ ചെയ്യില്ല. അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗം. പക്ഷെ നിനക്കത് തുറന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നീ അത് തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറേ ഹാപ്പി ആവും, അല്ലെങ്കിൽ കുറേ മൈൻഡ് ഫ്രീ ആവും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനന്തു ഫ്രണ്ട്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനന്തുവിൻ്റെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ്? അനി, നമുക്കങ്ങനെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വലിയ ടീമൊന്നുമില്ല. എല്ലാവരും ഫ്രണ്ട്സാണ്. കാണുന്ന എല്ലാവരും ഫ്രണ്ട്സാ. ഇന്നിപ്പോൾ ഒരാൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സാ. അല്ലാതെ നമുക്ക് ഒരു വലിയൊരു ഇന്ന ആള്, ചില ആൾക്കാർക്ക് ഉണ്ടാവും ഒരു 3 ഫ്രണ്ട്ഷിപ്പ് ഇല്ല 4 പേര്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് എല്ലാവരും ഫ്രണ്ട്സാ. അതുകൊണ്ട് ആരെയും വെറുപ്പിക്കുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരില്ല, അങ്ങനെ ആരും ഇല്ലടാ. പിന്നെ എൻ്റെ ഏട്ടന്മാരാ എനിക്ക് ഫ്രണ്ട്സ്, കസിൻസ്. എനിക്കും അതേപോലെ എനിക്കും കസിൻസും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ അവരോട് സംസാരിക്കുള്ളൂ. പിന്നെ ഇതേപോലെ കാണുന്ന എല്ലാവരായിട്ടും ഞാൻ ചിരിച്ച് സംസാരിക്കും. പക്ഷെ അത് ചിലപ്പം പിന്നീട് സംസാരിക്കാന്നില്ല, പിന്നീട് കാണുമ്പോൾ അതേപോലെ ആ ഒരു ഇത് വരും. അതേപോലെ കാരണം ഇപ്പൊ എൻ്റെ ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരാ. അവരാണ് എന്നെ ഗൾഫിലോട്ട് കൊണ്ടുവന്നതും, അവരാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നവരാ. എന്ത് ഞാൻ പരിപാടി കാണിച്ചാലും സപ്പോർട്ട് അവന്മാരുണ്ടാവും. അച്ഛൻ്റെ ഏച്ചീൻ്റെ മക്കളാ, കസിൻസ് എന്നാ അവന്മാരാ. പിന്നെ എൻ്റെ സ്വന്തം അനിയനുണ്ട് ഇവിടെ, അനിയനും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഭയങ്കര സപ്പോർട്ടാടാ. എല്ലാവരും സപ്പോർട്ട് എന്നല്ല, ഒരു ഫാമിലി ആണല്ലോ. അപ്പോൾ ആ ഫാമിലിയിൽ ഉണ്ടാവുന്ന എക്സാമ്പിൾ നമ്മൾ പുറത്തുനിന്നുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇപ്പോൾ ബ്രദർ അല്ലെങ്കിൽ കസിൻസ് അവരായിട്ടുള്ള ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവം. ഞാനിപ്പോൾ എൻ്റെ ബ്രദേഴ്സിനായിട്ട്
ടീ കുടിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. അത് മറ്റുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ കിട്ടാത്തൊരു ഇല്ല ഒരു സന്തോഷവും ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സും അവരെ കൂടെ നടക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ അനിയന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ 4 വയസ്സുള്ളത് അവരായിട്ടാണ് ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, കാരണം എനിക്ക് അവർ ഫ്രണ്ടായിട്ട് തോന്നി തുടങ്ങി. എനിക്കിതുവരെ ഒരു നാട്ടിലൊക്കെ ആകുമ്പോൾ അവരെ എന്തെങ്കിലും അവർ കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അടിക്കുക അല്ലെങ്കിൽ ശാസിക്കുക, ചീത്ത പറയുക. പക്ഷെ ഇപ്പം അവരെൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. അതായത് അവർ മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിനേക്കാൾ കൂടുതലും എൻ്റെ ഉള്ളിലോട്ട് അതൊരു രക്തബന്ധം കൊണ്ടാവാം, ഞങ്ങളെപ്പോഴും വിളിക്കാറൊന്നുമില്ല, പക്ഷെ കാണുമ്പോഴുള്ള ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞത് ശരിയാ, ഒരു സുഖമാണ്. അതേ സെയിം ഫീലാണ് എനിക്കും. എൻ്റെ അനിയൻ മൂപ്പര് ആളൊരു ഫുട്ബോൾ പ്ലെയറാണ്. കൂടാതെ അവനൊരു ഇഞ്ചുറിയൊക്കെ പറ്റി ഭയങ്കര ഇതായിരുന്നു. അവനിവിടെ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവന് എന്തിനും ഞാനുണ്ട്. അവനിപ്പം ഞാൻ വിളിക്കാറൊന്നുമില്ല, പക്ഷേ അവൻ എന്തൊരു പ്രശ്നം വരുമ്പോൾ ഫസ്റ്റ് ഞാനുണ്ടാവുക അവൻ്റെ കൂട്ടത്തിൽ. വേറെ ആരെക്കാട്ടും കൂടുതൽ ഞാനല്ലുണ്ടാവുക, ഉണ്ടാകേണ്ടത് അങ്ങനെയല്ലേ? അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ്. ഇവിടെ വന്നപ്പം എങ്ങനെയായിരുന്നു, വളരെ ഒരു ലോ ലെവലിൽ വന്ന ആളാണ് ഞാനൊക്കെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ല ആരും വലിയ ഇതിൽ വരുന്നതെന്നല്ല. എല്ലാവരും ചിലപ്പം ചെറിയ ജോലിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അവിടുന്ന് നമ്മുടെ കഴിവ് വെച്ചാണ് ഓരോ ആൾക്കാരും കയറി വന്ന് പല ജോലികൾക്കാരുണ്ട്. പഠിച്ച ജോലിയൊന്നും ഒരാൾക്കും ഇവിടെ കിട്ടത്തില്ല. അത് പിന്നെ അത്രയും ക്വാളിഫിക്കേഷനോ ഇല്ല അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കിട്ടും. അല്ലാത്ത ഒരാൾക്കും ഉദ്ദേശിക്കുന്നൊരു ജോലി കിട്ടത്തില്ല. അപ്പം നമ്മൾ കിട്ടുന്ന ജോലി കയറുക, അതിനുശേഷം നമ്മുടെ എന്താണ് നമ്മുടെ ലക്ഷ്യം അതിലോട്ട് പരിശ്രമിക്കുക. അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഇൻട്രാക്ഷൻ മാത്രമാണ്. അതായത് ഇതൊരു വലിയൊരു സംഭവം ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇൻ്റർവ്യൂ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗം ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നു, അത് ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിരിക്കുക, അല്ലെങ്കിൽ തോണ്ടി വിടുക അല്ലേ? അത്രേ ഉള്ളൂ. അതായത് ഏതൊരു കാര്യം മറ്റുള്ളവരുടെ സംസാരം അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന പല ടോപ്പിക്കും അത് പല രീതിയിലായിരിക്കും. ചിലപ്പം ഞങ്ങൾക്ക് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, പക്ഷെ അത് മറ്റുള്ളവർ കാണുന്നവർക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പം ഞങ്ങളിത് ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടില്ല, വെറുതെ യൂട്യൂബിലിടുന്നു, ഇഷ്ടപ്പെട്ടവർ കാണാം അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പം ഫുള്ള് ഈ ബസ്സിൽ നടന്ന സംഭവം, ആ ഒരു പെൺകുട്ടി ആ ഒരു ഇതാക്കി ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ആത്മഹത്യ സംഭവം, അതിനെ കുറിച്ചിട്ട് അനന്തുവിൻ്റെ കാഴ്ചപ്പാടെന്താണ്? എൻ്റെ ബ്രോ, ഞാനിപ്പോൾ ഒന്നാമത് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി എന്നാണ് ഞാൻ എല്ലാത്തിലും അറിഞ്ഞതും. ഇപ്പം പിന്നെ പോലീസ് ഉണ്ടല്ലോ എല്ലാത്തിനും. നമ്മളിപ്പോൾ അതിനൊരു കമൻ്റ് അടിച്ച് അതിൽ നമ്മളൊരു വൈറലാകാൻ നമ്മൾ ചാൻസ് എടുക്കുന്നില്ല. കറക്റ്റാണ്, അത് ഞാൻ യോജിക്കുന്നുണ്ട് നിന്നോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം അതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംഭവം വെച്ചിട്ട് എന്തോരം ആൾക്കാരാണ് റീച്ച് ഉണ്ടാക്കുന്നത്. അതായത് ഒരാളെ തിന്ന് ജീവിക്കുക എന്ന് പറയുന്നതല്ലേ അതിന് കറക്റ്റായിട്ടുള്ള യോജന. അതായത് ഒതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ പോലും, അല്ലെങ്കിൽ എന്തിനാണ്, അതായത് ഇപ്പം യു എയിൽ ഞാനൊരു കാര്യം ചോദിക്കാം, യു എയിൽ ജീവിക്കുന്ന ഒരാൾ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നിനക്ക് വീഡിയോ ഇടാൻ പറ്റുമോ? ഇടുവോ? നമ്മളില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാളെ നീ ജയിലിലല്ലേ? ജയിലില്ല. സോ നമ്മളെ നാടിൻ്റെ അവസ്ഥ എന്താണ്? നമ്മളെ നാട്ടിൽ ഇവിടെ വന്നിട്ട് പോലും ആ വീഡിയോ എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട്? കാരണം അത് ഇവിടുത്തെ സംഭവമല്ല, ഇന്ത്യത്തെ സംഭവമാണ്. ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇവിടുത്തെ സംഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇത് ഓരോ ആൾക്കാരും, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പെണ്ണങ്ങനെ ആദ്യം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട ടൈമിൽ എല്ലാ ആൾക്കാരും എന്താ ചെയ്തത്? അയാളെ കുറ്റം പറഞ്ഞു, അയാൾ ചെയ്ത തെറ്റാണ്, അയാൾ ചെയ്ത മോശമാണ്. എത്ര ആൾക്കാർ വീഡിയോസ് ഇട്ടു. ശരിയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പാവാണ്, തിരിച്ചേട്ടത് അയാൾ പാവാണ്, അയാൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അതിന് സത്യാവസ്ഥ അറിയാതെ നമ്മളൊരു വീഡിയോ ഇടരുത്. എന്തിനാണ് മറ്റുള്ളവർ, നിങ്ങൾക്ക് എന്തോരം കാര്യങ്ങളുണ്ട് വീഡിയോയിൽ ചെയ്യാൻ, അല്ല എന്തോരം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തോ. മറ്റൊരാളെ ലൈഫ് വെച്ചിട്ടോ മറ്റൊരാളെ കാര്യങ്ങൾ വെച്ചിട്ടോ ഇവിടെ പോലീസും കോടതിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അത് നിങ്ങൾ പേഴ്സണലായിട്ട് പരാതി കൊടുക്കുക. ഇപ്പോൾ ഇത്രയും ജനങ്ങളുണ്ട്, എല്ലാവരും പേഴ്സണലായിട്ട് പോയിട്ട് പരാതി കൊടുക്കുക. മെസ്സേജ് അയച്ചിട്ട് പറയാതെ ചെയ്ത് ശരിയല്ല, പേഴ്സണലായിട്ട് പോയിട്ട് പരാതി കൊടുക്കുക. ഒരു വീഡിയോ ഇട്ടിട്ട് അവരുടെ ഫോട്ടോ കാണിച്ച് അവരുടെ വീഡിയോ കാണിച്ച് അയാൾ മരിച്ചിട്ട് പോലും അയാളുടെ ആ വീഡിയോ ടച്ച് ചെയ്യുന്ന പോലെ വീഡിയോ കാണിച്ചിട്ട് അവരുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്ത് കാര്യമുണ്ട്? അതായത് ഇനിയിപ്പം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു, ഈ വീഡിയോ ഇട്ട ആൾക്കാരൊക്കെ എന്താ പറയാ? ഒരു 100% ആൾക്കാരിൽ ഒരു 90% ആൾക്കാരും പറയും പാവാണ്, നമ്മൾ ചെയ്യേണ്ട.
ഈ വീഡിയോ ഇട്ട ഞാൻ പെണ്ണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഉത്തരവാദി ആ വീഡിയോ ഇട്ട ആൾക്കാരായിരിക്കും. ശരിയാ. അതായത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു അച്ഛനും അമ്മക്കും ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അച്ഛനും അമ്മയും ക്ഷമിക്കുന്നില്ലേ? ശരിക്കും. സോ പക്ഷെ അവരെ ഇത് കൊടുക്കും, പണിഷ്മെന്റ് കൊടുക്കും. ഒന്നില്ലെങ്കിൽ അടിക്കും, ഒന്നില്ലെങ്കിൽ ചീത്ത പറയും. അതേപോലെ തെറ്റുകൾ ആർക്കും സംഭവിക്കും. ഇപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെണ്ണ് മാത്രമല്ല ഇത് ചെയ്യുന്നത്. എന്തോരം ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പെണ്ണ് പോയി ചെയ്ത ആള് അയാളൊരു ലോല മനസ്സുള്ള ആളായതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഇതേപോലെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ സിമ്പിളായിട്ട് ജാസിൻ്റെ കാര്യം. ജാസിന് എത്ര ആൾക്കാരാണ് മോശം പറയുന്നത്. അത് എന്തിനാണ്? അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. അതെ, അത് ഒരാളുടെ ഇഷ്ടമല്ലേ? അത് തിന്നിട്ട് ജീവിക്കേണ്ട കാര്യം എന്താണ്? ഒരാളുടെ ഇതെന്ന് പറഞ്ഞാൽ എച്ചിത്തരം എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരാളെ തിന്നിട്ട് ജീവിക്കുന്നത് ഭയങ്കര മോശമാണ്. പറഞ്ഞു വന്നത് നമ്മള് ആകെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. അല്ല, സ്വന്തം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇടുമ്പോൾ, ഞാൻ നടക്കുന്നൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാട്ടിട്ടിടാം, അല്ലെങ്കിൽ എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് അയാൾ ചെയ്തത് ശരിയല്ല, മറ്റാൾ ചെയ്തത് ശരിയല്ല, അവൻ എന്തിനാ ഇങ്ങനെ നടക്കുന്നു, അത് അവൻ്റെ ഇഷ്ടമാണ്. ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സത്യമാണ്. എന്തിനാ മറ്റുള്ള ഒരാളുടെ ലൈഫിലോട്ട് എത്തി നോക്കുന്നു, മറ്റൊരാളുടെ ഫാമിലിയിലോട്ട് എത്തി നോക്കുന്നു, മറ്റൊരാളുടെ ജെൻഡറെ ചോദ്യം ചെയ്യുന്നു? കാരണം അത് അവന് അങ്ങനെ ഓപ്ഷനുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ഫീലിങ്സ് അതാണ്. വിട്ടേക്ക്. ഇവിടെ ഒരാളെ തിന്ന് ജീവിക്കാന്ന് പറഞ്ഞത് മലയാളീസിന് മാത്രമുള്ളൊരു കഴിവാണ്. അതായത് ഒരാളെ തിന്ന് ജീവിക്കുക, അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. വളരെ മോശം. നിന്റെ അഭിപ്രായം എന്താ പറഞ്ഞു? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇമോഷണലായി. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞ് ഇതായതാ. ഇതിനെക്കുറിച്ച് നമുക്കൊന്നും ഇനി പ്രതികരിച്ചാലേ. ഇതിന് പോലീസ് അവർക്ക് ഫാമിലിക്ക് നീതി വാങ്ങിക്കൊടുക്കുക. അതായത് അവർക്ക് ഒരു നല്ലൊരു നിയമപരമായ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അവർ അതിനെതിരായ തെളിവുകൾ കണ്ടുപിടിച്ച് ആ ലേഡി, അങ്ങനെയാണ് പറയേണ്ടത്, മറ്റേതായിരുന്നെങ്കിൽ അതിന് നമ്മൾ വേറെ പേര് പറയായിരുന്നു. ഇപ്പം നമ്മൾ ലേഡി, അവർക്ക് എന്താ പറയുക, നീതിപരമായ ഒരു മാതൃകാപരമായ ഇത് വാങ്ങിക്കൊടുക്കുക. കാരണം ഇനി ഒരാൾ ഇത് ചെയ്യാൻ പാടില്ല. ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം, അയ്യോ അന്ന് അങ്ങനെ ഒരാൾ ചെയ്ത് പണി കിട്ടിയല്ലോ, അതുകൊണ്ട് നമ്മളും ഇനി ചെയ്യില്ലേ എന്നൊരു മാതൃകാപരമായ ഇത് കൊടുക്കണം. അങ്ങനെ കൊടുക്കും. ഇത് യുഎഇ നിയമം അങ്ങനെയല്ലേ? നമുക്ക് സോഷ്യൽ മീഡിയക്ക് ഒരു ഇത് വെക്കണം, അതായത് ഒരു ലിമിറ്റേഷൻ വെക്കണം. ഇല്ലാത്ത പക്ഷം ഇനിയും ആൾക്കാർ വീഡിയോ ഇടും. പക്ഷെ അത് ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാലായിരിക്കും ഇത്രയും പ്രോബ്ലം ഉണ്ടാവുന്നത്. അതുവരെ പ്രോബ്ലം ഉണ്ടാവില്ല. നാട്ടിൽ അങ്ങനെയാ. നാട്ടിൽ എന്തെങ്കിലും ഒരു നടന്നാൽ മാത്രമേ അതിനെതിരായ ഒരു ഇതെടുക്കുകയുള്ളൂ. എന്തെങ്കിലും ഒന്ന് നടക്കണം എങ്കിൽ മാത്രമേ. അതുവരെ ഈ ജനങ്ങളൊക്കെ മിണ്ടാതിരിക്കും. പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് റീച്ച് ആവുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു 150 ആൾക്കാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് വൈറലാവും. അയാൾ ചെയ്ത് ശരിയല്ല, കുറേ തെറി വിളിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ തെറി ഈ ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റിലും അതുപോലെ വീഡിയോസിലൊക്കെ വന്നിട്ട് തെറി വിളിക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് കിട്ടുക? എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് മാനസിക രോഗികളാണ്. കാരണം അവർക്ക് അങ്ങനെ തെറി വിളിക്കുന്നത് കൊണ്ട്, അത് പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് ഇത്രയും തെറികളും മോശമായിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവർക്കതൊരു സുഖമാണ്. ഇപ്പം എക്സാമ്പിൾ പീഡനം ചെയ്യുന്ന ആൾക്കാർ, കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ അതൊരു സുഖം കിട്ടുന്നുണ്ടാവും. അതേപോലെ ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരാളുടെ വീഡിയോയിൽ അടിയിൽ വന്നിട്ട് നല്ലത് പറയാൻ പറ്റില്ല, അവന് മോശം പറയാൻ പറ്റും, കമൻറ്റ് പറയാൻ പറ്റും. അത് അവൻ്റെ ഒരു സുഖം, അവന് ആ ഒരു മാനസികമായിട്ടുള്ള രോഗം ഉള്ളത് കൊണ്ടാണ്, അല്ലേ? കാരണം നോർമലായിട്ടുള്ളൊരു മനുഷ്യനും ഒരാളുടെ വീഡിയോ കണ്ട് അയാൾ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവോയ്ഡ് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനത്തെ വീഡിയോസ് കാണാതിരിക്കാം, പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ അവിടെ പോയിട്ട് നീ ചെയ്ത് ശരിയല്ല, നീ അങ്ങനെയാണ്, നീ ഡാഷാണ് പച്ചത്തെറികൾ വിളിച്ചിട്ട് എന്താ കാര്യം? ഒഴിവാക്കി വിടുക. അതായത് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്തിട്ട് സ്വന്തം കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിൽ മുന്നേറാൻ നോക്കുക. കഴിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലാതെ കഴിവുള്ളവരെ പോയിട്ട്, അല്ലെങ്കിൽ അത് കഴിവില്ലെങ്കിലും അത് ചില ആൾക്കാർ അവർക്ക് കഴിവുണ്ടാവില്ല, പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും വീഡിയോ ചെയ്യാനും പാട്ട് പാടാനും എല്ലാം. പക്ഷെ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നോക്കുക. അല്ലാതെ അവരെ പോയിട്ട് നീ ചെയ്ത് ശരിയല്ല, അത് എന്ത് പാട്ടാടാ, അത് എന്ത് അങ്ങനെയാണ്. മലയാളികൾ മാത്രമാണ് നമ്മളെ ഈ മലയാളികളെ കുറ്റം പറയുന്നതും, മലയാളികളെ ഒരാൾ സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ അവനെ താഴ്ത്തുന്നതും ഈ മലയാളികളാണ്. രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, ആരെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മ, ഇതെല്ലാം മലയാളീസിന് മാത്രമേ ഉള്ളൂ. സത്യം.
കാരണം വേറെ ഒരാൾ ആൾക്ക് നന്നാന്ന് പിടിക്കൂല. വേറെ അതെ, ഒരാൾ നന്നാവണ ഒരു മലയാളീസിന് പിടിക്കില്ല. ഇവിടെ വന്ന് നോക്കി നോക്ക്, ഇംഗ്ലീഷുകാര്, ബാക്കിയുള്ള എത്ര രാജ്യക്കാരൊക്കെ, രാജ്യക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ എന്താണെന്ന് അറിയോ, അവർക്ക് ജോലി ചെയ്യണം. മറ്റൊരാളെ കാര്യത്തിൽ പോയിട്ട് ഇടപെടാനോ, മറ്റൊരാളെ കാര്യത്തിൽ എടാ നീ ചെയ്തത് ശരിയല്ല എന്നിട്ട് അവൻ്റെ പിന്നാലെ നടന്നിട്ട് അവനെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി മറ്റൊരു രാജ്യക്കാരും ചെയ്യില്ല. അവർ ജോലി ചെയ്ത് സ്വന്തം പൈസ ഉണ്ടാക്കും. ഇവിടെ ഈ പൈസ ഉണ്ടാക്കാനും പറ്റൂല, വെറുതെ ഇരുന്ന് പല്ലിയെ കുത്തുന്ന ആൾക്കാർ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എടാ ഈ യു എയിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കേരളത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് കേരളത്തിൽ മാറ്റണം. ഇപ്പോൾ ഒരാൾ മരിച്ചു, അത് കാരണം ഇനിയെങ്കിലും ബോധം വെച്ചിട്ട് സോഷ്യൽ മീഡിയ കാണുന്നുണ്ടെങ്കിലും എന്തിലാണെങ്കിലും ലിമിറ്റേഷൻ വെക്കണം. നോർമൽ പോലീസ് ജനങ്ങൾ കയ്യിലെടുക്കുന്നതിന് മുന്നേ പോലീസ് തന്നെ അത് കറക്റ്റ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ഇടണം. ഇത് ശരിയല്ല, തെറ്റാണ്, വാണിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കണം. ഫൈൻ കൊടുത്താൽ മതി. ഇവിടെ കണ്ടില്ലേ, ഒരാളെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 50,000 ഫൈൻ, 20,000 ഫൈൻ, 30,000 ഫൈൻ, കേസ്, ജയില്, അങ്ങനെ പോവാണ്. എന്തിനാണ്? അപ്പം ഇനി അടുത്ത ഇതേപോലത്തെ നിയമം പറഞ്ഞു, ഇതേപോലത്തെ നിയമം. എക്സാമ്പിൾ, ഇവിടെ ആൾക്കാർ രാത്രിയാണെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് രാത്രിയൊക്കെ ധൈര്യത്തിൽ ഒരു ഫോൺ ഒരു കാറിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് എവിടെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ആ ഫോൺ അവിടെ ഉണ്ടാവും. സത്യം. ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കടയിൽ കയറിയിട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് സ്പ്രേ അടിച്ചിട്ടാണ് സ്വർണ്ണം അടിച്ചോണ്ട് പോയത്. അവനെ പിടിച്ചു, ഇന്നലെ പിടിച്ചവനെ. പക്ഷെ ആ സംഭവം കേരളത്തിൽ നടക്കും, ഇവിടെ നടക്കുമോ? ഇവിടെ സ്വർണ്ണക്കടയൊക്കെ എപ്പോഴും ഓപ്പണാ, എത്ര പേര് കയറി നടക്കുന്നുണ്ടോ? ഗ്ലാസ് ഇട്ടിട്ട് ഗ്ലാസ് ഓപ്പൺ ആയിരിക്കും, ഉള്ളിൽ സ്വർണ്ണം ഇങ്ങനെ കറക്റ്റ് കാണാം. അതായത് ഇവിടെ എന്ത് തൊടാൻ പറ്റില്ല. നമ്മള് ഗോൾഡ് സൂക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സ്വർണ്ണക്കടയും ഓപ്പൺ ആണ്. അതും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണങ്ങൾ, അത് കിലോ കണക്കിന്. അത് ഇവിടുത്തെ സേഫ്റ്റിയാണ്. സേഫ്റ്റി മാത്രമല്ല, ഇവിടുത്തെ നിയമത്തിനുള്ള പേടിയാണ്. നമ്മളെ നാട്ടിൽ ആ പേടി ഉണ്ടാകും. നമ്മളെ നാട്ടിൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ രാഷ്ട്രീയക്കാരുണ്ട്. സത്യം, രാഷ്ട്രീയം പറയുന്നല്ലോ. ഞാൻ രാഷ്ട്രീയത്തിനോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എനിക്കിഷ്ടമാണ്. എന്നാൽ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എനിക്കിഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പല ടൈമിലും പല രീതിയിലാണ്. വോട്ടിൻ്റെ ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു നിയമമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കാനല്ല, അവർ നമ്മളെങ്ങനെ നടത്തിക്കും. രാഷ്ട്രീയം ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല, കാരണം ഞാൻ അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, അറിവുമില്ല, ഞാൻ അവരുമായിട്ടൊരു ഇതിനുമില്ല. പക്ഷേ രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് കാര്യങ്ങൾ നടക്കും, എല്ലാം നടക്കുകയുള്ളൂ. പക്ഷെ അത് ജനാധിപത്യം ഉള്ള സ്ഥലത്താണ് കാര്യങ്ങളൊന്നും നടക്കാത്തത്. ഇവിടെ രാജഭരണമാണ്, പക്ഷെ ഇവിടാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. യു എയിൽ ജനാധിപത്യം ഉള്ള സ്ഥലത്ത് ഫുള്ള് അഴിമതിയും അനീതിയും എല്ലാം മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലേ? അതിനോട് ഞാൻ ഇങ്ങനെ യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിനെന്താ പ്രശ്നം വെച്ചാൽ ഞാൻ ഒരു പാർട്ടിക്കാരനാണ്. ഞാനും പാർട്ടിക്കാരൻ തന്നെ. പക്ഷേ ഞാൻ പിണറായിന്റെ ആളാ. ഞാൻ മെമ്പറാണോ? തെറ്റിപ്പോയതാട്ടോ. ഒരു ഉള്ളില് പിണറായി ഉണ്ട്. പിണറായി ഹീറോ ഹീറോ. കാരണം വെച്ചാല് ഞാൻ നാട്ടുകാരനാണ്, നമ്മള് കണ്ണൂരല്ലേ, അപ്പൊ എന്റെ അടുത്ത നാടല്ലേ പിണറായി. അപ്പൊ ഒന്നാമത് ഞാൻ എല്ലാ പാർട്ടി പരിപാടിക്കും പോകുന്ന ആളാ. ഇപ്പൊ ഇവിടെ ആണേലും ഞാൻ ഒരു സംഘടനയുടെ മെമ്പറാ. അപ്പൊ അതിന്റെ പരമായി എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്. അത് പരമായി കുറെ ആൾക്കാർക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. നമ്മള് ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, അതായത് ഒരു ജോബിന്റെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നമ്മൾ എത്ര പേർക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നുണ്ടെന്ന് അറിയോ? അങ്ങനെ പല കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ നല്ല കാര്യങ്ങൾക്ക് ഈ പാർട്ടി ഒന്നുമില്ല. നീ ഇപ്പൊ ചെയ്യുന്ന കാര്യം, ഇപ്പം നിന്റെ പാർട്ടി ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. നീ ചെയ്യുന്നതും പാർട്ടി ചെയ്യുന്നതും എല്ലാം അപ്പൊ ആ പാർട്ടിയായിട്ട് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. നല്ല ഉണ്ട്, കുറെ അതിന്റെ ഉള്ളിലും കുറെ ആൾക്കാരുണ്ട്. എങ്ങനെ നല്ല ആൾക്കാരും ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് കുറച്ചെണ്ണം ഉണ്ട്. ആ കുറച്ചെണ്ണം മതി ഈ നല്ലത് ചെയ്യുന്നത് മൊത്തം മോശമാക്കാൻ. ഇപ്പം BJP ആണേലും നല്ല ആൾക്കാരുണ്ട്, അതിലും കുറേ മോശം ആൾക്കാരുണ്ട്. അതേപോലെ എല്ലാ പാർട്ടിയിലും, ഞാൻ BJPന്റെ പേരെടുത്ത് പറഞ്ഞതല്ല, എല്ലാവരുടെ പേരും ഉണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ച് പറഞ്ഞത്, ഇനി അത് കയറിയിട്ട് തന്നെ ആരും ചോദിക്കാൻ നിൽക്കണ്ട. അത് വേണ്ട, നമ്മൾ നോർമൽ ടോക്കാണ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും എല്ലാത്തിലും ഉണ്ട്. ഇപ്പം ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ട്രിവാൻഡ്രാണോ അവര് ശരിയല്ല, കൊല്ലാണോ അവര് ശരി, മലപ്പുറം അവര് ഫുൾ അടിക്കാരാണോ, കണ്ണൂരാണോ ബോംബ്, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് വളരെ തെറ്റാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഒരു ആളെ പറയും, ഇപ്പൊ നീ തെറ്റിയതെന്ന് നിന്നെ പറയാം, പക്ഷെ ആ നാട്ടുകാർ മൊത്തം പറയരുത്. കാരണം ആ നാട്ടില് ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ട്രിവാൻഡ്രം ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. അവിടെ നല്ല ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ഒരാൾക്ക് ഒരു മലപ്പുറംകാരൻ്റെ അടുത്ത് നിന്ന്
എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവൻ പറഞ്ഞു നടക്കുന്നത് എന്താ, മലപ്പുറം മോശമാണ്, മൊത്തം മലപ്പുറം മലപ്പുറംകാരുടെ ശരിയല്ല, പ്രശ്നമാണ്. മലപ്പുറം തെറ്റാണ്. അങ്ങനെ ഞാൻ കുറെ ആൾക്കാരെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പുച്ഛാണ് അവരോട് തോന്നുക. കാരണം ഒരാളെ പറയേണ്ടടുത്ത് അല്ലെങ്കിൽ ഒരാളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ നല്ല മനുഷ്യന്മാർ, നല്ല ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഒരു നാട്ടുകാരെ ഒരു നാടിനെ പറയരുത്, ഒരു വ്യക്തിനെ, നിങ്ങളോട് ആരാണ് ചെയ്തത് ആ വ്യക്തിനെ പറയാം. സത്യം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞത് അടുത്തത് എന്താ ഇനി ചോദിക്കാൻ പറ്റും? എന്താ നിന്റെ ലൈഫിനെ കുറിച്ച് പറയും. നിന്റെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സമയം ഏതായിരുന്നു? ജോലി, അതുപോലെ നാട്ടിൽ നിന്ന് വന്നപ്പം അല്ലെങ്കിൽ നാട്ടിലുണ്ടാകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സമയം ഏതായിരുന്നു? എടാ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് ഹാർട്ടിൻ്റെ. ആ സമയത്ത് ഞാൻ എൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ റേറ്റാണ്. കാരണം ആ സമയത്ത് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ശമ്പളം അവിടെ നമ്മൾ വിസയ്ക്ക് പൈസ കൊടുക്കണം, പിന്നെ എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ടൈറ്റായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച്, അത് തുടക്ക സമയത്താണ്, ആ സമയത്ത് കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഇതുവരെ ഭാഗ്യം കൊണ്ട് ഒന്നും നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയാനുണ്ടായില്ല. കാരണം അനിയമൂപ്പര് വന്നു, ഇവിടെ ഒരു വീട് വെച്ചു, എല്ലാ കാര്യങ്ങളും ഇപ്പം സ്മൂത്തായി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അത് ബുദ്ധിമുട്ടില്ല, ഒരു മീഡിയം ലെവലിൽ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹൈ ലെവലും അല്ല, പറ്റ ലോ ലെവലും അല്ല, ഒരു മീഡിയത്തിൽ ഒരു ലൈഫ് എങ്ങനെയാ ഒരാൾക്ക് പോകാൻ പറ്റുക ആ ലെവലിൽ പോകുന്നുണ്ട്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ച് എല്ലാം സ്മൂത്തായി പോകുന്നുണ്ട്. ആഗ്രഹിക്കുന്ന എല്ലാം സഹായിച്ചു തരുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുന്നുമുണ്ട്. അതിൽ കൂടുതൽ എന്ത് വേണം? അതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നീ ഒരു ലൈഫിൽ അല്ലെങ്കിൽ നിനക്ക് ഉള്ളതിൽ നീ തൃപ്തനാണ്. സത്യം. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ വരുന്നത്. പല ആൾക്കാരും ആ ഒരു കിട്ടിയതിൽ തൃപ്തനല്ല, അതിൽ കൂടുതൽ വേണം, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഹാപ്പി അല്ല, എനിക്കൊന്നുമില്ല. സോ ഫോർ എക്സാമ്പിൾ, ചിലർക്ക് മാതാപിതാക്കൾ ഉണ്ടാവില്ല, ചിലർക്ക് പൈസ ഉണ്ടാവില്ല, ചിലർ പിച്ചക്കാരായിരിക്കും. പക്ഷേ അവർക്ക് ആ ഒരു ലൈഫിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ താമസിക്കുന്നത് ഒരു ബെഡ് സ്പേസിലാണെങ്കിൽ ആ ബെഡ് സ്പേസിൽ ഞാൻ സന്തോഷമായിരിക്കണം. എനിക്കത് കിട്ടിയില്ലല്ലോ, അവരങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് നെഗറ്റീവായി തീർന്നു. ഹാപ്പി ആവാൻ പറ്റില്ല. ഇപ്പം നീ പറഞ്ഞ നീ ഹാപ്പി ആണെന്ന് പറഞ്ഞില്ലേ, അതന്നെ നിന്റെ മനസ്സിൻ്റെ ആ ഒരു കരുത്താണ്. അല്ലെങ്കിൽ മനസ്സ്, നീ ഉള്ള സ്ഥലത്ത് നീ ഹാപ്പിയാണ്, നിൻ്റെ ഉള്ള ക്യാഷ് കൊണ്ട്, നിൻ്റെ ഉള്ള ഹാപ്പിനെസ് കൊണ്ട്, നിൻ്റെ ഉള്ള ഫ്രണ്ട്സ് കൊണ്ട് നീ ഹാപ്പിയാണ്. ചില ആൾക്കാർ പറയും, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ, നിനക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കാണുമ്പോൾ ശ്രദ്ധാവുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയും. അതൊക്കെ വെറുതെ ആണ്. അത് നമുക്കുള്ളതിൽ ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ വിളിക്കാറില്ല. ആവശ്യങ്ങൾക്ക് അവർ വിളിക്കുമ്പോൾ ഞാൻ അവരെ സഹായിക്കും, ഞാൻ വിളിക്കുമ്പോൾ അവരെന്നെ സഹായിക്കും. അങ്ങനെ എല്ലാവരും ബിസിയാണ്. അതാണ് കാരണം എല്ലാവരും ബിസിയാടാ. പണിക്ക് എല്ലാവർക്കും അവർക്ക് അവരുടേതായ ജോലിയുണ്ട്, അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട്. നമുക്കും അതേപോലെ, നമുക്കും ഫാമിലി ഉണ്ട്, നമുക്കും ജോലിയുണ്ട്. അപ്പം നാട്ടിൽ എല്ലാവരും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നീ ഗൾഫിലല്ലേ, ഗൾഫിലായിട്ട് വിളിയില്ല, പറച്ചിലില്ല. നമ്മുടെ അവസ്ഥ അവന് മനസ്സിലാവും. നമ്മൾ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഉച്ചയ്ക്ക് നമ്മുടെ ജോലിയൊക്കെ തീർത്ത് നമ്മൾ വൈകുന്നേരം വരുന്നത് 8 മണിക്കാണ്. അതിനുശേഷം ഇതെല്ലാം കേട്ടിട്ട് ഇപ്പൊ തന്നെ നിനക്കറിയാലോ, ഞാൻ വന്നപ്പോൾ തന്നെ എത്ര കോൾ എനിക്ക് വന്നു. അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റൂമിൽ ചെന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, ജിമ്മിൽ പോകണം, ജിമ്മ് മസ്റ്റാണ്, ജിമ്മിൽ പോകണം. അതിനുശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, വന്ന് കുളിക്കണം, ഡ്രസ്സ് കഴുകണം, നാളത്തേനുള്ള ഡ്രസ്സ് തേക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേറെ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. നാട്ടിലാകുമ്പം അച്ഛനമ്മ എല്ലാവരും ഉണ്ട് നമുക്ക് സപ്പോർട്ട്. അമ്മേ ഒരു തുണി തേച്ച് വെക്കെന്ന് പറഞ്ഞാൽ തേച്ച് വെക്കാൻ ആളുണ്ട്. ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ സ്വയം പര്യാപ്തൻ. അത് തന്നെ, അതാണ്. കാരണം നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. എല്ലാവരും അങ്ങനെയാ, ഗൾഫിലുള്ള എല്ലാവരും, ആരും പറയുന്നില്ല, എല്ലാവരും അങ്ങനെയാ. കാരണം എല്ലാവരും സ്വന്തമായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ചോദിക്കാനുള്ളത്, ഹെൽത്തിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഹെൽത്ത് എങ്ങനെ നോക്കണം? നിന്റെ ഹെൽത്ത് എങ്ങനെയാണ് നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ബോഡി ബിൽഡിങ് ഞാൻ പറയാതെ എനിക്ക് ചിരി വിടൂടാ. കാരണം 8 കൊല്ലം ജിമ്മിൽ പോകുന്നത്. 8 കൊല്ലം ജിമ്മിൽ പോകുന്നത്, എന്നിട്ടുള്ള ബോഡിയത് അതല്ലേ പറയുന്നത്. നിന്റെ ബോഡി വലുതാവൂലേ? എടാ, 8 കൊല്ലത്തില് 4 മാസം ജിമ്മിൽ പോവും, 6 മാസം ലീവ് എടുക്കും, പിന്നെ 4 മാസം ജിമ്മിൽ പോവും. 8 മാസം പറയാൻ പറ്റില്ല. 8 മാസം പറയണമല്ലോ നമ്മള്. ഞാൻ അങ്ങനെ ആണെന്നുണ്ട്. 10 വർഷമായിട്ട് ഞാൻ എന്താ നമ്മൾ സെയിം അല്ലേ? ഞാൻ 10 വർഷമായിട്ട് എന്താ ചിന്തിക്കുന്നത്? നാളെ ജിമ്മിൽ പോവാ, എന്നിട്ട് 1 മാസം പോയിട്ട് ഒരു ഇത് കൊടുക്കും, 1 മാസം 4 മാസത്തിന് ജോയിൻ ചെയ്യും, ഒരാഴ്ച പോകും, വേറെ വിറ്റ്. ഞാൻ ഈ അടുത്ത് ജിമ്മിൽ പോയി 4 മാസം ചേർന്നു. Day 1 വീഡിയോ ഇട്ട്, Day 3 വീഡിയോ ഇട്ട്, Day 4, 5
7 ആയപ്പോ വീഡിയോ ഇട്ടില്ല. ഇല്ല. ഇതിങ്ങനെ ഡെയിലി സ്റ്റാറ്റസ് ഇതൊക്കെ പോണല്ലേ. ആൾക്കാര് ചോദിച്ചു തുടങ്ങി, അനീഷേ എന്തായടാ ബോഡിയൊക്കെ വന്നോ? കാരണം ഡേ 8 വന്നില്ലല്ലോ, ആ ഡേ 10 വന്നില്ല. ഞാൻ വന്നില്ലല്ലോ. ആ വീഡിയോ ഇടാൻ തുടങ്ങി എന്തിനാ? കാരണം എന്റെ മടി മാറ്റാൻ വേണ്ടിട്ടാ. കാരണം നമ്മൾ കണ്ടിന്യൂസ് ഇടുമ്പോ നമുക്ക് തന്നെ motivation കിട്ടും. ഇട്ടില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കില്ലേ. ആ. ചോദിക്കുമ്പോ നമുക്ക് നാണക്കേടായിട്ട് നമ്മൾ പോയി. പക്ഷെ ഞാനവിടെ ആ ഒരാഴ്ച പോയി പിന്നെ പക്ഷെ എൻ്റെ തിരിച്ചടാ, ഞാൻ പോകുന്ന സമയം നല്ലപോലെ വർക്കൗട്ട് ചെയ്യും. ആക്ച്വലി നമ്മളൊരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത്, ആ വർക്കൗട്ട് പക്ക ചെയ്യും. എനിക്കൊരു മാസ്റ്റർ ഉണ്ട്, മുനീർ എന്നാ പേര്. ആള് പണ്ടത്തെ ബോഡി ബിൽഡറാ, ഇപ്പോഴും ബോഡി ബിൽഡറാണല്ലോ. നല്ല നല്ല ആളാടാ, നല്ല നല്ല മൈൻഡാണ്. പറഞ്ഞു തരാൻ നമുക്ക് ഇന്റർവ്യൂ ചെയ്യണം. പറഞ്ഞാല് നമുക്ക് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അതിനൊക്കെ നല്ല ആളാടാ. പറഞ്ഞു തരാൻ ഭയങ്കര മനസ്സാ. കാരണം പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട് ആൾക്ക്. പക്ഷെ എങ്കിലും നമ്മളെ സ്വന്തം ഒരു അനിയനെ പോലെ കാണാം. അതുകൊണ്ട് പറഞ്ഞു തരുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം ആള് പറഞ്ഞത് കേൾക്കാതെ ഞാൻ എക്സ്ട്രാ ഒരു വർക്കൗട്ട് ചെയ്തു. ജിമ്മിൽ പോകുന്നവർക്കുള്ളൊരു സ്വഭാവമാണ് ഈ എക്സ്ട്രാ ഒന്ന് മാസം കാണിക്കാൻ. പണി കിട്ടി. 1 മാസം ഞാൻ വീട്ടിൽ ഇരുന്നു. കാരണം ഷോൾഡർ ഒന്ന് ചെറുതായിട്ട് ഉള്ളില് മസിൽ ചതഞ്ഞു. 1 മാസം ഞാൻ വീട്ടിൽ ഇരുന്നു. അന്ന് ആള് പറഞ്ഞതാണ് എന്നോട്, ലെവല് ആ ഒരു ലെവലുണ്ട്, അത് താത്തെടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ആ ലെവല് താത്തെടുത്തു. അത് ടെമ്പിൾ ഒന്ന് ചെറുതായിട്ട് സ്വിഫ്റ്റായി, എൻ്റെ കൈ ഒന്ന് ഇതായി. അതാ പറഞ്ഞ ആള്, നമ്മള് മാസ്റ്റർമാർ പറയുന്ന കറക്റ്റ് കേൾക്കണം. ജിമ്മില് കറക്റ്റ് അവർ പറയുന്നത് എന്താ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഒന്നും മാറി ചെയ്താൽ ഇതെല്ലാം നമ്മൾ മിഷൻസ് വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. എന്തെങ്കിലും ഒന്ന് മാറിയാൽ പണി തീരും. അതുകൊണ്ട് അതുകൊണ്ട് അന്ന് 1 മാസം ഞാൻ വീട്ടിൽ ഇരുന്നത്, 1 മാസം. അതിനുശേഷം ഇപ്പാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഇവിടെ നമ്മളെല്ലാവരും കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡാണ്. അപ്പം എല്ലാവരും ശ്രമിക്കുന്നത് കുറച്ച് നല്ല ഫുഡുകൾ കഴിക്കാൻ. ഹോട്ടൽ ഫുഡ് ഒഴിവാക്കണം എന്നല്ല, കാരണം ഹോട്ടൽ ഫുഡാണ് എല്ലാവരും ഇവിടെ കഴിക്കുന്നത് കൂടുതലും. അപ്പം കുറച്ച് ലെവൽ കുറച്ച് എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി, വൈഫ്, കുട്ടികൾ. എന്താ നീ അങ്ങനെ ഒരു ചോദ്യം എന്നോട്? ഇല്ലടാ, കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ചെക്കൻ്റെ സംസാരം കേട്ടിട്ട് എന്ത് തോന്നുന്നു, ചെക്കനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം പറയൂ, ഫ്രെയിം ബൈ അനന്തു PM. ഫ്രെയിം ബൈ അനന്തു PM. നന്നായിട്ട് ഫോട്ടോ എടുക്കും, നന്നായിട്ട് കോമഡി പറയും, നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഒരു ട്രാവൽ മൈൻഡുള്ള ഒരാളാണ്. കുറച്ചും കൂടി പുറത്ത് ആൾക്കാരെ മനസ്സിലാക്കണ്ട, കുറച്ചും കൂടി നീ പുറത്ത്, പിന്നെ പോരാ, കുറച്ചും കൂടി വേണം. പിന്നെ നന്നായിട്ട് പാത്രം കഴിക്കും, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അതൊക്കെ ഓക്കെ, ശരിയല്ലേ? ശരിയാടാ. ഇതൊക്കെ ഉള്ളതല്ലേ, നീ ഇല്ലാത്തത് കുറിച്ച് പറയണ്ടേ? ഇതൊക്കെ ഉള്ളതല്ലേ, ഇല്ലാത്തത് കുറിച്ചല്ലേ കൂടുതൽ പറയേണ്ടത്. വേറെ ഞാൻ പെണ്ണാണാൻ പോയ ടൈമിലെ ഒരു തവണ പെണ്ണാണാൻ പോയപ്പോൾ ഒരു പെൺകുട്ടിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം? ഞാൻ പറഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. അപ്പം പിന്നെ ചോദിച്ചു, ഞാൻ വാഷിങ് അറിയോ? ഞാൻ പറഞ്ഞു അറിയാം. ഞാൻ ചോദിച്ചു ഇയാൾക്കറിയില്ലേ? പറഞ്ഞ അല്ല, നമുക്ക് ടൈം കിട്ടില്ലല്ലോ, നമ്മൾ രണ്ടുപേരും, ഞാൻ ജോലി ചെയ്യും, ഞാൻ ജോലി ചെയ്യണ്ടേ. രണ്ടുപേരും ജോലി. അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊരു ആയനെ വെക്കാം. ഞാൻ പറയാം കുട്ടികളെ നോക്കാൻ, കുട്ടി നോക്കാൻ, കുട്ടികളെ നോക്കാനല്ലേ ഇപ്പം സ്കൂളൊക്കെ ഉള്ളത്, മറ്റേ ബേബി കെയർ, അവിടെ കൊണ്ട് ആക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി എന്നോട് ചോദിച്ചു, നമുക്ക് വർഷത്തിൽ ഓരോ രാജ്യത്തേക്കും ഓരോ ടൂർ പോകും. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ചോദിച്ചു, മോള് കേരളം മൊത്തം കണ്ടു തീർന്നിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യ നമുക്ക് ഓരോ വർഷത്തിൽ ഓരോ ജില്ല കണ്ടു തീർക്കാം. അപ്പോഴേക്ക് 14 വർഷം. പിന്നെ നമുക്ക് വയസ്സ്, ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത രാജ്യം നോക്കാം, ആ രാജ്യത്ത് ഓരോ സ്ഥലങ്ങൾ നോക്കാം. അത് ഇപ്പത്തെ പെൺകുട്ടികളുടെ അവസ്ഥ. ഇപ്പൊ 2Kക്ക് കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ല, ഞാനും ഇതേപോലെ ഒരു പെണ്ണ് കാണാൻ പോയി. നല്ല നല്ല പെണ്ണായിരുന്നു, നല്ല ആദ്യമായിട്ട് പോയ പെണ്ണുകള. ഭയങ്കര കോമഡി ആയിരുന്നു, തലശ്ശേരിയായിരുന്നു. ഞാൻ മറ്റേ പെൺകുട്ടിയോട് പറഞ്ഞിട്ടോ, നമ്മളെ ഇത് നടക്കില്ല കേട്ടോ, ശരി എന്നാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ കാണാൻ ഭംഗി ഉണ്ടായിട്ടോ, കാണാൻ ഭയങ്കര സൗന്ദര്യം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതാണെങ്കിൽ മാത്രമേ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മൾ കൊടുത്ത് ജീവിതകാലം മൊത്തം നിൽക്കേണ്ടതാണ്. എന്താ പ്രശ്നം? അവര് ഒരു ഇമാജിനറി ജീവിതം. ഇൻസ്റ്റാഗ്രാമിൽ എന്താ കാണുന്നത്,
അത് അവർക്ക് വേണം. ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക്. ഉം. ഇപ്പം ഒരു റീല് കാണുന്നു, അതേപോലെ ജീവിക്കണം, അങ്ങനത്തെ ഒരു എനിക്ക് മനസ്സിലായത് കേട്ടോ. ഉം. ഞാൻ കുറേ പെണ്ണ് കണ്ടിട്ടും സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായ കേസാ. ഉം. അവരൊക്കെ അവർ വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രം, അതായത് ഭാര്യയും ഭർത്താവും മാത്രം. ആ, അതാണ്. അത് മാത്രല്ല ഇവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്കൂൾ ലൈഫിലെ കോളേജ് ലൈഫിലെ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ലൈഫ് ലോങ് ആയിട്ട് ഉണ്ടാവുന്ന വിചാരം. ആ, അതല്ല ലൈഫ് എന്നുള്ളത്. ആ പയ്യൻ ജോലിക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ജോലിക്ക് കയറുമ്പോഴേ അറിയുള്ളൂ. കാരണം അവർക്ക് ഉം. ആ പയ്യനായിക്കോട്ടെ ഒരു 5,000, 10,000, 20,000 കിട്ടിയിട്ട് വേണം അവന്റെ വീട്ടിലെ ഫാമിലി, എല്ലാം അല്ലെങ്കിൽ ഈ നടന്നു പോവാൻ. പെൺകുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു ഫോണിൽ റീചാർജ് ചെയ്ത് കൊടുക്കാൻ പോലും അവൻ ജോലി ചെയ്തിട്ട് വേണം. അവൻ ജോലി ചെയ്യുമ്പോൾ ചിലപ്പം ഈ പെണ്ണിനെ ഇതേപോലെ സ്കൂളിൽ ഉണ്ടായിരുന്ന പോലെ 24 hours അവളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല. പറ്റൂല. ഇനി എക്സാമ്പിൾ, ഞാൻ ആ പയ്യൻ വീട്ടിലിരുന്നോട്ടെ, ആ പെൺകുട്ടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇരിക്കാൻ പറ്റുമോ? അത് മാത്രല്ല ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭംഗി, അതുപോലെ എന്താ പറയാ, അട്രാക്ഷൻ, അവരെ കൂടെ പോവാണ്. അതെ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് പണ്ടത്തെ പോലെ ഒരു ഇതേ ഇല്ല. അതായത് കിട്ടിയത് പോലെ ആയിട്ടുണ്ട്. എന്തൊക്കെ എടാ, കേസ് ഇപ്പൊ എടാ. ഇപ്പൊ നടന്നൊരു കേസ് ഉണ്ടല്ലേ, 16 വയസ്സുള്ള ആ, പയ്യൻ 14 വയസ്സുള്ള കുട്ടീനെ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളത്. കാരണം അത് അവർക്ക് എത്താൻ കാരണം എന്താണ്? ഒന്നാമത് ഇപ്പം ഡ്രഗ്സും കാര്യങ്ങളും എല്ലാം സുലഭമാടാ ഇപ്പൊ നാട്ടില്. പെൺകുട്ടികളടക്കം അറിയില്ല, വീട്ടുകാർക്കൊന്നും അറിയില്ല. സത്യമാണ്. എത്ര ചെറിയ 10, 12, 20, 14 വയസ്സുള്ള പെൺകുട്ടികൾക്കടക്കം ഈ ഡ്രഗ്സ് എവിടുന്നാ കിട്ടുന്നത്? സ്കൂളിലെ പയ്യന്മാര് കൊണ്ടുപോയി കൊടുക്കുകയാണ്. പയ്യന്മാര് കൊണ്ടുപോയി ജ്യൂസിലോ അല്ലെങ്കിൽ ഇതിലോ കലക്കി കൊടുത്തിട്ട് സത്യമാണ്. പിന്നെ അത് കിട്ടാതാവുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ആദ്യത്തെ ഒരു ഇത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇത് കിട്ടാതാവുമ്പോഴാണ് പ്രശ്നമാണ്. പെൺകുട്ടി നമ്മൾ പഠിച്ച സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മള് കോലുമിട്ടായി നടന്നിരുന്നത് ആ ടൈമില്. അത് തന്നെ നമുക്ക് കിട്ടത്തില്ല. ആ അത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് 1 രൂപ ചോദിച്ചാൽ നമുക്ക് തരത്തില്ല. നമ്മള് കുരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇത്രയും ഇതിലോട്ട് ഇതൊക്കെ ഇപ്പോഴാ വന്നേ. നമ്മളൊക്കെ പഠിക്കുമ്പോ കൂടിപ്പോയ ഒരു സാധാ ഒരു വീടി അത് തന്നെ കണ്ട് അതൊക്കെയാണ് നമുക്ക് വലിയ ഇതെന്ന് പറയുന്നത്. നമുക്ക് അന്ന് നമ്മുടെ മറ്റേ ഓരോ മുട്ടായികള്, ഇല്ലേല് ഉപ്പിലിട്ട മാങ്ങ, കളിക്കാൻ ഗോലി എടുത്തിട്ട് കളിക്കാം, മറ്റേ തീപ്പെട്ടി കൂടുതലാക്കിട്ട് കളിക്കുക, അതൊക്കെ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി. പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോള്, അതൊക്കെ നമുക്കൊരു അതൊക്കെ ആ നൊസ്റ്റാൾജിയ ഇപ്പത്തെ കുട്ടികൾക്ക് ഉണ്ടാവും. ഒരാൾക്കും ഒരു മനുഷ്യൻ മൊബൈൽ ഒഴിവാക്കിയിട്ടുള്ള ജീവിതം. അയ്യോ, ഇപ്പൊ എല്ലാരും മറ്റേ പ്രശ്നം തന്നെ ഇപ്പൊ നമുക്ക് വരുന്നത് ഏത് ഇൻസ്റ്റാഗ്രാം. എങ്ങനെ വന്നാലും നമ്മൾ ലാസ്റ്റ് എത്തുന്നത് ഇൻസ്റ്റാഗ്രാമിലാ. കാരണം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സ്മൈലി, ഇതൊക്കെയാണ് ഇപ്പത്തെ ഒരാളുടെ ജീവിതം കൊണ്ടുപോകുന്നത്. അതില് ഇനി ഉള്ള കാലം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്റെ അഭിപ്രായം ഇതില് 2K കിഡ്സിൽ നല്ല കുട്ടികൾ നല്ല രീതിക്ക് വളർത്തുന്ന, നല്ല രീതിക്ക് ഇപ്പൊ എക്സാമ്പിൾ വളരുന്ന ഒരു അറ്റ്മോസ്ഫിയറും അവരെ ഇത് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ചിലപ്പം പാരന്റ്സിന്റെ കയ്യിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ ആയിരിക്കാം അവർ വേറെ രീതിക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവർ വേറെ എൻജോയ്മെന്റ്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ബേസിലുള്ള ഒരു പാരന്റ്സിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്ലി ബേസിലുള്ള ഒരു, ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ ഉമ്മാനെ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അമ്മനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഉപ്പ, അച്ഛൻ അവരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം തുറന്ന് പറയാൻ കിട്ടും. ഒന്നില്ലെങ്കിൽ ഉപ്പ ഒരാൾ സ്ട്രോങ് ആയിരിക്കാം, ഒരാൾ ഫ്രണ്ട്ലി ആയിരിക്കാം, ഒരാൾ സ്ട്രോങ് ആയിരിക്കാം. അങ്ങനെ ആണെങ്കിൽ പോലും ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആ ആൺകുട്ടിക്കോ നല്ല രീതിക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ അവർക്ക് പറ്റിയെന്ന് വരും. ഇത് എല്ലാവരും എന്താ പറയാ, ചെറിയ തെറ്റുകൾ കണ്ടാൽ ദേഷ്യം വരാ, പിന്നെ ബിസിനസ്സും കാര്യങ്ങളും നോക്കുന്ന ടൈമിൽ അവർക്ക് എല്ലാവർക്കും തിരക്കാ, കുട്ടികളെ നോക്കാതെ അവർ കേൾക്കാനുള്ള സമയം കണ്ടെത്തുന്നില്ല. അപ്പൊ അവര് കേൾക്കാൻ വേണ്ടിട്ട് അവരെ കേൾക്കുന്ന കുറെ സോഷ്യൽ മീഡിയയിലുള്ള പെൺകുട്ടികൾ, മോൾക്ക് എന്താ പ്രശ്നം, മോൾക്ക് ഞാൻ എല്ലായിടത്തും എപ്പോഴും മോളെ, മുത്തേ, ചക്കരെ പറ, നീ പറ, ഞാൻ പറ, എന്താ ഫുഡ് കഴിച്ചോ, ഫുഡ് കഴിച്ചോ, ഉറങ്ങിയോ, നൈറ്റ്, ഗുഡ് നൈറ്റ്, ലവ് യു ഡിയർ, പിന്നെ ലാസ്റ്റ് ഇത് സ്വീറ്റ് ഡ്രീംസ്. ഇത് കല്യാണം കഴിഞ്ഞാൽ പോലും പെൺകുട്ടികൾ ഇതേപോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാൻ ചിലപ്പോൾ ഭർത്താവിന് ടൈം കിട്ടൂല സംസാരിക്കാൻ. ശരിയാണ്. ആ ഭർത്താവ് ടൈം കിട്ടുമ്പോൾ അതുപോലെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടാവില്ല. വേറെ ആൾക്കാർ സംസാരിക്കുന്ന പ്രശ്നമില്ല. വേറെ ആൾക്കാർ, അറിയാത്ത ആൾക്കാരോട് ഇതേ സെയിം ആടാ കഴിഞ്ഞ ദിവസം സിനിമയുണ്ട്. ഇപ്പത്തെ സോഷ്യൽ മീഡിയന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നമുക്ക് അടുത്തുള്ള ആൾക്കാരായിട്ട് അങ്ങനെ നോർമലി എന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ നല്ലത് പറയില്ല. ഞാൻ അടുത്തുള്ള ആൾക്കാരോടാണെങ്കിലും ആരോടാണെങ്കിലും നല്ലതെന്ന് പറയില്ല. അത് എന്റെ ഒരു ക്യാരക്ടർ. കാരണം ഞാൻ സത്യം പറയാലോ, എന്റെ പാരന്റ്സിനെ വളർത്തിയത് അവർക്ക് സ്നേഹിക്കാൻ പേടിയായിരുന്നു.
സ്നേഹം പ്രകടിക്കാൻ പേടിയാണ്. കാരണം ഞാൻ മോശമാവും, സ്നേഹം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മോശം. അത് അവരെ തെറ്റല്ല, അവർക്ക് സ്നേഹം കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. എന്നോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുന്നരം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മോശമാവോ എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ ആയിപ്പോയി. എനിക്ക് സ്നേഹം ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല, കാണിക്കാൻ അറിയില്ല, പറയാൻ അറിയില്ല. ഉള്ളിൽ ഭയങ്കര ഇതായിരിക്കും, ഒരാളെ റെസ്പെക്ട് ചെയ്യുക, സ്നേഹിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല. പുറത്ത് കാണിക്കാത്ത സ്നേഹത്തിന് വിലയില്ലെന്നാ പറയുന്നത്. അതാണ് അതെനിക്കറിയാം. പക്ഷെ അത് നമ്മൾക്ക് കിട്ടിയതല്ലേ, നമ്മൾ കണ്ടു വളർന്നതും നമ്മൾ വളർന്ന രീതി ശരിയാണ്. നമ്മൾ പിന്നെ വളർന്നു ട്രൈ വന്നൊരു ചെയ്യണം. സാഹചര്യം. ഇപ്പൊ എക്സാമ്പിൾ ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാം നമ്മൾ അത് try ആക്ടിങ് ആണെങ്കിൽ പോലും ചെയ്യുക. കാരണം ചെയ്യണം. നമ്മളെ ലൈഫ് അത് നീ പറഞ്ഞ കറക്റ്റാണ്. ഞാനിപ്പോ ഈ അടുത്ത് കൂടെ ഒരു മോട്ടിവേഷൻ കേട്ടതാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം എവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിപ്പോ മരിക്കുമ്പോ കരഞ്ഞു കാണിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ഇതുമില്ല. നമ്മള് വിട്ടു പോകുമ്പോ സ്നേഹം, വിട്ടതിന് ശേഷം സ്നേഹം കാണിച്ചു, ഉള്ളപ്പോ നമ്മള് കൂടെ ഉള്ളപ്പോ അത് നമ്മള് ആക്ടിങ് ചെയ്യുക. നമ്മളിപ്പോ മോഹൻലാൽ എന്താ ചെയ്യുന്നത്, മമ്മൂട്ടി ചെയ്യുന്നത് ആക്ടിങ് ആ. അവര് ഉള്ളില് അവര് ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണെങ്കിലും അവര് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവര് വേറൊരാളാ. അതേപോലെ നമ്മളും ആക്ഷൻ എന്ന് പറയുമ്പോൾ വേറൊരാളായിട്ട് ചിന്തിക്കുക. അപ്പം എല്ലാവരുടെ ലൈഫും ആകും. ഇപ്പൊ ഭയങ്കര ഗൗരവം വരുന്ന ആളും ജസ്റ്റ് ചിരിച്ചു നോക്ക്, ഭയങ്കര മാറ്റം ഉണ്ടാവും. നീ പറയുന്നതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇത് എല്ലാവർക്കും പറ്റണ്ടേ? ചിലർക്ക് എല്ലാവർക്കും അതുകൊണ്ടാണ് ഈ സംഭവം നീ പറഞ്ഞ കാര്യം എല്ലാരും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല. എല്ലാവരും ഹാപ്പിയായി ജീവിക്കും. എനിക്കും എന്താണെന്നറിയോ, എന്റെ മുന്നില് ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, അവൾക്ക് ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമെങ്കിലും, ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടിയാണെങ്കിൽ പോലും അവര് സ്നേഹം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ സ്നേഹം അഭിനയിച്ചാൽ മതി. ഞാൻ അറിയാതെ എന്ത് കുറ്റകരം കാണിച്ചോ കുഴപ്പമില്ല. പക്ഷെ എന്റെ മുന്നിൽ സത്യസന്ധമായിട്ട് സ്നേഹം കാണിച്ചാൽ മതി. നമ്മള് ലൈഫില് നമ്മള് ഒരു 1000 വർഷമൊന്നും ജീവിക്കൂല. ഇല്ല, ഒരു 80 60 പണ്ടൊക്കെ 80. ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല, നാളെ പോയാലും പോയി. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് ഹാപ്പിനെസ്, സന്തോഷമാണ് വേണ്ടത്. നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കല്യാണം കഴിക്കാനും പേടിയാണ്. അങ്ങനല്ല, അതല്ല, നീ കല്യാണം കഴിക്കണം, നീ കല്യാണം കഴിക്കണ കുട്ടാ. അങ്ങനല്ല, ഞാൻ ഒരുത്തിനോട് ചോദിച്ചു, എടാ മോനെ ഇപ്പൊ കല്യാണം കഴിക്കണ കഴിഞ്ഞാൽ ഭയങ്കര സീനാണെന്ന് പറഞ്ഞു. ആടാ നീ കല്യാണം കഴിച്ചില്ലേ, എന്നിട്ട് നമ്മളെ കൂടെ കല്യാണം കഴിക്കുന്നില്ലല്ലേ? അന്ന് നീ കല്യാണം കഴിച്ചു, അടിപൊളിയാണ് കല്യാണം കഴിച്ചത്. അല്ലടാ, ആ ലൈഫ് നമ്മൾ അറിയണം. നമ്മളിപ്പം ഇത്രയും കാലം നമ്മൾ ഇത്രയും സിംഗിളായി നടന്നു. അപ്പൊ ഒരാൾ നമുക്കൊരു ഗൈഡൻസ് തരാനുണ്ടാകുമ്പോൾ അത് നല്ലൊരു മാറ്റമാണ്. അതെനിക്ക് നല്ല അനുഭവം ഉള്ളതാ. ഈ ഗൈഡൻസ് തരാനുള്ള ആള് ഗൈഡൻസിന് പകരം വേറെ വല്ല പ്രശ്നങ്ങളാണ് തന്നെങ്കിൽ അതാണ് പറയുന്നത്. നമുക്കാണ് പേടി. ഇപ്പൊ ഉള്ളത് 90% കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഇപ്പുള്ള ഈ സന്തോഷം ചിരിയൊക്കെ നീ മാറും. പിന്നെ നീ ഈ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പിന്നെ ഞാൻ പാവമാണ്, നന്നായിട്ട് സംസാരിച്ചിരുന്നൊരു ചെക്കനാണ്. ഇപ്പൊ സംസാരം ഇല്ല, ഒന്നും ഇന്ത്യ വിട്ട റോക്കറ്റ് പോലെ പോണത്. അങ്ങനെ ആയിപ്പോ തന്നെ. അത് നന്നായിട്ട് സംസാരിച്ചിരുന്ന ചെക്കന. അടുത്ത ഇന്റർവ്യൂ ഞാൻ അങ്ങനെ പറയാം, അത് നന്നായിട്ട് സംസാരിച്ചത് ഇപ്പൊ പാവം എന്തോ പറ്റിയവര്. അപ്പൊ ശരി, നമുക്കിത് ബൈൻഡപ്പ് ചെയ്യാം. കൊറേ ആൾക്കാർക്ക് നമുക്ക് ജോലിയാണ്, അവരല്ലേ കാണുന്നത്, നമ്മൾ മാത്രമല്ലല്ലോ അവരല്ലേ കാണുന്നത്. കാണുന്നവര് ഈ പ്രാന്തന്മാർക്ക് വേറെ പണിയില്ലേ? പക്ഷെ സത്യം പറയാലോ, ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണാം. പക്ഷെ ഇത് ഞങ്ങൾക്ക് കുറച്ച് നേരം ഞങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീല്, ഇല്ലെങ്കിൽ ഇത് അവന്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് കേട്ടപ്പം എനിക്കുണ്ടായ ഫീല്, ഞാൻ എനിക്ക് തുറന്നു പറയാൻ പറ്റിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. അത് ഞങ്ങളെ രണ്ടുപേരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം, അത് എന്താ നിങ്ങൾക്ക് അറിയില്ല. സന്തോഷമാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂവിന് തെറിയായിട്ടും അതുപോലെ എന്താണെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ എല്ലാരും പറയുന്ന പോലെ ഇതിന് ബെല്ലമൃത്തം നടത്തുക, പിന്നെ ലാസ്റ്റ് സബ്സ്ക്രൈബ് നടത്തുക. സബ്സ്ക്രൈബ് പറഞ്ഞു കൊടുക്കുക ചെയ്യും. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് കൊടുക്കുക, പിന്നെ കമന്റ് അടിക്കുക. കമന്റ് ആണ് മെയിൻ, കാരണം അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളെക്കാട്ടും കഷ്ടമായി പോയിട്ട് പറയാനും കൂടി പറ്റുന്നില്ല. അങ്ങനത്തെ ആൾക്കാരാണ് യൂട്യൂബ്. എത്ര പേരുണ്ടല്ലേ നമ്മളൊക്കെ ശിശുക്കളല്ല. ഞങ്ങളിപ്പം യൂട്യൂബിലൊന്നും ഇനി റീച്ച് ആവുന്ന പേടിക്കണം. ഇത് ഞങ്ങളൊരു സാറ്റിസ്ഫാക്ഷൻ.
അത്ര അതായത് മാത്രമേ ഉള്ളൂ. യൂട്യൂബിൽ അത്രയും ആൾക്കാർ അത്രയും നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾക്കിത് അല്ല അവരെ പോലെ ഞങ്ങൾക്കും കുറച്ച് സംസാരിക്കണം. സോ അതൊരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ ഓരോ ഫ്രണ്ട്സിനെ കൂടെ നിന്നിട്ട് സംസാരിക്കാന്നുള്ളത്. അപ്പം ഇൻഷാല്ല എന്തായാലും നമുക്കിത് നിർത്താൻ പോവുകയാണ്, വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം ഓക്കെ ബൈ. ഹായ് 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 ഹായ്.